ജാഫർ സാദിഖ്, കാഞ്ഞങ്ങാട് തന്നെയാണ് സ്ഥലം. എൻ്റെ ചോദ്യം, ഇവിടെ ഇസ്തിഹാസനെ കുറിച്ച് പറഞ്ഞു. യാ ഷേഖ് മഹിയുദ്ദീൻ രക്ഷിക്കണേ അല്ലെങ്കിൽ ബദരീങ്ങളെ കാക്കണേ എന്നുള്ള സാധാരണ ചോദ്യങ്ങൾ. ഈ ചോദ്യത്തിന് ഇത് ഖുർആനിലോ അല്ലെങ്കിൽ സഹിയായ ഹദീസിലോ തെളിവുണ്ടോ? ഇതിലേക്ക് നിങ്ങൾ SKSF ആണ്, കാരണം മുമ്പേ ഞാൻ SKSF ഉണ്ടായതുകൊണ്ട് അങ്ങനെ പറയാണ്. പിന്നെ SSFന്റെ ആളുകൾ, അതായത് അലവി സഖാഫി, പേരെടുത്ത് പറയുന്ന അവരെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ല. നേരത്തെ ഇവിടുന്ന് പ്രസംഗം പറയുമ്പോൾ പേരെടുത്ത് പറഞ്ഞാൽ പ്രശസ്തിയാവുന്നതല്ല. ഇത് പേരെടുത്ത് പറഞ്ഞാൽ അവരെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടില്ല, ആളെ അറിയാൻ വേണ്ടിയിട്ടാണ്. അലവി സഖാഫി അല്ലെങ്കിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇങ്ങനെയുള്ള ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഈ ചോദ്യത്തിനേക്ക് ഉത്തരമായിട്ട് വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹത്തൻ യുഅബദു എന്നുള്ള ആയത്ത്, വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹും റസൂല എന്നുള്ള ആയത്ത്, അതേപോലെ തന്നെ ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു എന്നുള്ള ആയത്ത്. ഈ ആയത്തുകളെല്ലാം ഓതിയിട്ട് ഇതിനേക്ക് മറുപടി പറയായിരുന്നു ഇത് അനുവദനീയമാണ്, ഇത് പറ്റുമെന്ന്. അതേപോലെ തന്നെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഫത്താവ മഹിയസുന്നയിൽ യാ ഷേഖ് മഹിയുദ്ദീനെ എന്ന് ദുആ ചെയ്യാൻ പറ്റും, അനുവദനീയമാണ് എന്നുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊട്ടപ്പുറം സംവാദത്തിന്റെ വിശദീകരണമായിട്ട് AP അബൂബക്കർ മുസ്ലിയാർ, ഇതും അതുപോലെ തന്നെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടില്ല. AP അബൂബക്കർ മുസ്ലിയാർ കൊട്ടപ്പുറം സംവാദത്തിന്റെ വിശദീകരണത്തിൽ ഇതുപോലെ തന്നെ പിന്നെ നിങ്ങൾ ചോദ്യം ഇടണം, പിന്നെ കുറെ നീട്ടി പരത്തി വിശദീകരിക്കാനുള്ള അവസരമാക്കില്ല, തീർന്നിരിക്കും. ഈ വിശദീകരണത്തിലും ഇതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് തെളിവായിട്ട് വസല്ലമൻ അർസൽനാ മിൻ ഖബ്ലിക എന്നുള്ള ആയത്ത് ഞാൻ ഓതി എന്നുള്ളത് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് തെളിവാണോ? നിങ്ങളും കൂടെ അംഗീകരിക്കുന്ന തെളിവാണോ? താങ്കൾ ചോദ്യത്തിൽ പറഞ്ഞ ബദരീങ്ങളെ രക്ഷിക്കണേ, മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷപ്പെടുത്തണേ എന്നിത്യാദിയുള്ള ചോദ്യങ്ങൾ അത് മഹത്തുക്കളോട് ചോദിക്കുക, സഹായം അപേക്ഷിക്കുക എന്ന വിധത്തിൽ, ഒരിക്കലും അത് ദുആയല്ല, അത് ഇബാദത്തല്ല, ഇലാഹായി അവരോധിക്കലല്ല എന്നൊക്കെ നേരത്തെയുള്ള നമ്മുടെ ചോദ്യോത്തരത്തിൽ നിന്ന് താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇബാദത്തിന്റെ ഭാഗമായ ദുആയല്ലാത്ത ബദരീങ്ങളെ രക്ഷിക്കണേ, അതേപോലെ തന്നെ മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്നിത്യാദിയുള്ള ഈ സഹായാർത്ഥന ഇസ്ലാം അനുവദിച്ചതാണ് എന്നതിന് ഒരുപാട് തെളിവുകൾ ഇസ്ലാമിലുണ്ട്. ഇസ്ലാമിന്റെ ചതുർ തെളിവുകളുണ്ട്. ഒന്ന് വിശുദ്ധ ഖുർആൻ, അത് ഇസ്ലാമിലെ ഒരു പ്രമാണമാണ്. ഹദീസുകൾ, സഹീഹായ ഹദീസ് മാത്രമല്ല ദഈഫും ഒരുപാട് ഘട്ടങ്ങളിൽ പ്രമാണബദ്ധമാണ്. അങ്ങനെയുള്ള ഹദീസുകൾ മാത്രമല്ല, മൂന്നാമതായിട്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ ഇജ്മാ, നാലാമതായിട്ട് ഈ മൂന്ന് പ്രമാണങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന താരതമ്യപ്പെടുത്തപ്പെടുന്ന മതവിധികളാകുന്ന ഖിയാസ്, ഈ നാലു പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായിക്കൊണ്ടാണ് ഇസ്ലാമിലെ ഒരു മതവിധിയുടെ തെളിവ് അന്വേഷിക്കേണ്ടത്. ആ തെളിവ് അന്വേഷിച്ചുകൊണ്ടാണ് ഇത് അന്വേഷിക്കാൻ കഴിവുള്ള പ്രാപ്തരായ പണ്ഡിതന്മാർ മതവിധി പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ ഒരിടത്തും ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ലെന്നു മാത്രമല്ല, ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആയത്തുകളാണ് വിശുദ്ധ ഖുർആനിൽ പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. താങ്കൾ ചോദ്യത്തിൽ ഉന്നയിച്ച ആ അനവധി ആയത്തുകൾ, ആ ആയത്തുകൾ ഓരോന്നും നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിലും അതെല്ലാം തന്നെ ഒരാൾ മറ്റൊരാളോട് ഒരു കാര്യം അപേക്ഷിക്കുക, ചോദിക്കുക, ഇതാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. ഒരാൾ മറ്റൊരാളോട് ഒരു സഹായം ചോദിക്കുക, ഒരു കാര്യം ആവശ്യപ്പെടുക, ഇതാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഇസ്തിഗാസ അനുവദനീയമാണെന്നതിന് പ്രസ്തുത ആയത്തുകളെല്ലാം തന്നെ പ്രമാണയോഗ്യമാണ്. അതിൽ താങ്കൾ ഉന്നയിച്ച വളരെ സുപ്രധാനമായ ഒരു ആയത്തുണ്ടല്ലോ, രണ്ടാമതായി പറഞ്ഞ, ഞാൻ അതിനെ സംബന്ധിച്ച് പറയട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്തായിരിക്കും താങ്കൾ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. വലു അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ഈ ആയത്ത് അവർ അവരുടെ സ്വദേഹങ്ങളോട് അക്രമം കാണിച്ചപ്പോൾ അങ്ങയുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, വരികയാണെങ്കിൽ, രണ്ടും അവിടെ അർത്ഥം വെക്കാം. അറബി ഗ്രാമർ അതിനെ അംഗീകരിക്കുന്നു. അങ്ങനെ അവർ വരികയാണെങ്കിൽ, എന്നിട്ട് അവർക്ക് വേണ്ടി മാപ്പപേക്ഷിക്കുകയും അവർക്ക് വേണ്ടി ഈ റസൂലും മാപ്പപേക്ഷിക്കുകയും ചെയ്താൽ അവരുടെ ദോഷം പൊറുക്കപ്പെടുന്നതാണ് എന്നുള്ള ഈ ആയത്ത്, ഇതിനെ മുൻനിർത്തിക്കൊണ്ട് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലാമ ഇബ്നു കസീർ തങ്ങൾ പറയുന്നു, ഇത് റസൂലുള്ളാഹിനോട് സഹായം ചോദിക്കുന്നതിന് നിർദ്ദേശിക്കുന്ന ആയത്താണ്.
യുർഷിദു തആല ഇലൽ ഉസാത്തി വൽ മുദ്നിബീൻ. പാപികളും ദോഷികളുമായ ആളുകളോട് അള്ളാഹുവിന്റെ നിർദ്ദേശമാണിത്. അവർ സ്വദേഹങ്ങളോട് അക്രമം കാണിച്ചാൽ എന്ന് പറഞ്ഞാൽ പാപം ചെയ്താൽ റസൂലിന്റെ മരിച്ചു കിടക്കുന്ന റസൂലിന്റെ സവിധത്തിൽ ചെല്ലണം, റസൂലിനോട് കാര്യങ്ങൾ പറയണം എന്നിത് നിർദ്ദേശിക്കുന്നു. മാത്രവുമല്ല ഇബ്നു കസീർ റളിയല്ലാഹു തആല അൻഹു ഒക്കെ വരുന്നതിന്റെ എത്രയോ മുമ്പ് ഹിജ്റ 1-ാം നൂറ്റാണ്ടിലുള്ള മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാമിന്റെ ഉസ്താദാണ്, താബിഈങ്ങളിൽ പ്രമുഖനാണ്, ഇമാമു ദാരിൽ ഹിജ്റ എന്ന പേരിൽ അറിയപ്പെട്ട പ്രമുഖനാണ്. അദ്ദേഹം ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, റസൂലിന്റെ സവിധത്തിൽ ചെന്നുകൊണ്ട് ശഫാഅത്ത് ചോദിക്കാൻ ഈ ആയത്ത് പ്രമാണയോഗ്യമാണ്. ഇത് ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തന്റെ ശറഹുൽ മുഹദ്ദബിൽ, തന്റെ കിതാബുൽ ഈളാഹിൽ, തന്റെ കിതാബുൽ റൗളയിൽ, തന്റെ കിതാബുൽ അദ്കാറിൽ, ഇങ്ങനെയുള്ള അനേകം ഗ്രന്ഥങ്ങളിൽ ഈ ആയത്ത് അത് റസൂലുള്ളാഹിന്റെ സവിധത്തിൽ ചെന്നുകൊണ്ട് റസൂലിനോട് കാര്യമപേക്ഷിക്കാനുള്ള നിർദ്ദേശമാണ് എന്ന് തന്റെ കിതാബുകളിൽ എല്ലാം രേഖപ്പെടുത്തുന്നു. അപ്പൊ ഈ ഇമാമിങ്ങളൊക്കെ പ്രസ്തുത ആയത്തിനെ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് താങ്കൾ ചോദിച്ച ചോദ്യങ്ങൾ ആയത്തുകളിൽപ്പെട്ട വളരെ സുപ്രധാനമായ സൂറത്തുൻ നിസാഇന്റെ 64-ാമത്തെ ആയത്തിനെ മാത്രം ഇപ്പോൾ തൽക്കാലം ഞാൻ എടുത്തുകൊണ്ട് പറയട്ടെ. ആ ആയത്ത് ഇസ്തിഗാസ എന്ന് പറയുന്ന മഹത്തുക്കളോട് കാര്യമപേക്ഷിക്കുക എന്ന വിഷയത്തിനെ നിർദ്ദേശിക്കുന്ന ആയത്താണ് എന്നാണ് ആയത്ത് വ്യാഖ്യാനിച്ച വ്യാഖ്യാതാക്കൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, പ്രസ്തുത ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാത്രമല്ല ഇമാമുകൾ അഖിലവും പറഞ്ഞത്, റൗളയിൽ ചെല്ലുന്ന മുസ്ലിം സിയാറത്ത് വേളയിൽ റസൂലിനോട് കാര്യങ്ങൾ അപേക്ഷിക്കാൻ ഈ ആയത്ത് നിർദ്ദേശിക്കുന്നുവെന്ന്. അതുകൊണ്ട് താങ്കൾ ഉന്നയിച്ച ആയത്തുകൾ മാത്രമല്ല, ഹദീസുകൾ നമുക്ക് പ്രമാണമായിട്ടുണ്ട്. മുസ്ലിം ലോകത്തിന്റെ ഇജ്മാ, ആ ഇജ്മാ കൊണ്ടും ഇസ്തിഗാസ അനുവദനീയമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നും കൂടെ ആ ആയത്തിന്റെ അർത്ഥം പറഞ്ഞത് ഒന്നും കൂടെ, വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക എന്ന് പറഞ്ഞില്ല, ആ ആയത്തിന്റെ അർത്ഥം പറഞ്ഞൊന്ന് രണ്ട് അർത്ഥം പറഞ്ഞു, രണ്ട് ശരിയാണെന്ന് പറഞ്ഞില്ല. ഒന്ന് ആയത്ത് ഇതാണ്. ഇമാം മാലിക് തങ്ങളുടെ ഒരു സംഭവത്തിൽ അദ്ദേഹം ഓതുന്ന ആ ആയത്തിൽ അദ്ദേഹം പറയാണ്, ഖാലല്ലാഹു തആല വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. വലൗ അന്നഹും തീർച്ചയായിട്ടും അവർ ഇല്ലലമു അൻഫുസഹും അവരുടെ സ്വദേഹങ്ങളോട് അക്രമം കാണിച്ചപ്പോൾ ജാഊക അവർ താങ്കളുടെ അടുക്കൽ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതൊരർത്ഥമാണ്. രണ്ട്, ജാഊക അവർ താങ്കളുടെ അടുക്കൽ വരികയാണെങ്കിൽ, ഭാവി കാലത്തെ സൂചിപ്പിക്കുന്ന അർത്ഥമാണത്. നേരത്തെ പറഞ്ഞത് അങ്ങനെ ഭാവി കാലത്തിന് അർത്ഥം ഏത് തഫ്സീറിലുള്ളത്? അതാണ് അറബി, അതാണ് ഞാൻ പറഞ്ഞത് അറബി ഗ്രാമർ. ലൗ ഹർഫു ശർത്തിൻ ഫീ മുദിയിൻ വായഖിൽ ഇലാഉഹാ മുസ്തഖ്ബിലൻ ലാകിൻ ഖുബിൽ. അറബി വ്യാകരണ ശാസ്ത്രത്തിന്റെ കുലപതിയായ, ലോകം അംഗീകരിച്ച അറബി വ്യാകരണ ശാസ്ത്രത്തിന്റെ അവലംബവും കുലപതിയുമെന്ന് ലോകം അംഗീകരിച്ച ഇമാം ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അറബി വ്യാകരണ ശാസ്ത്രത്തിന്റെ അവലംബ കൃതിയായ ഖുലാസത്തുൽ അൽഫിയയിൽ പറയുന്നു, ലൗ ഹർഫു ശർത്തിൻ ഫീ മുദിയിൻ വായഖിൽ ഇലാഉഹാ മുസ്തഖ്ബിലൻ ലാകിൻ ഖുബിൽ. ലൗ എന്ന വ്യവസ്ഥയെ കുറിക്കുന്ന പ്രത്യയം കടന്നു ചേർന്ന ക്രിയാപദത്തെ ഭൂതകാലമായിട്ടും അർത്ഥം വെക്കാം, ഭാവികാലമായിട്ടും അർത്ഥം വെക്കാം. ഭൂതകാലമായിട്ടും അർത്ഥം വെക്കാം, ഭാവികാലമായിട്ടും അർത്ഥം വെക്കാം. അതുകൊണ്ട് ലൗ പ്രവേശിച്ച ക്രിയാപദത്തെ രണ്ട് വിധത്തിലും അർത്ഥം നൽകാം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക അവർ അങ്ങയുടെ അടുക്കൽ വരികയാണെങ്കിൽ എന്നും അർത്ഥം വെക്കാം, വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്നും അർത്ഥം വെക്കാം. ഒരു പദത്തിന് ഒന്നിലധികം അർത്ഥമുണ്ടെങ്കിൽ ആ ഒന്നിലധികം അർത്ഥവും അവിടെ വെക്കുന്നതിന് വിരോധമില്ല. അങ്ങനെയാണ് വിശുദ്ധ ഖുർആനിന്റെ ഒരു വാക്കിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഇമാമുകൾ നൽകി കാണുന്നത്. അങ്ങനെ അവർ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരികയാണെങ്കിൽ എന്നിട്ട് ഫസ്തഗ്ഫിറുല്ലാഹ അല്ലാഹുവിനോട് അവർ മാപ്പ് ചോദിക്കുകയാണെങ്കിൽ വസ്തഗ്ഫറ ലഹുമുർ റസൂലു അവർക്ക് വേണ്ടി ഈ റസൂൽ മാപ്പ് ചോദിക്കുകയാണെങ്കിൽ ലവജദുല്ലാഹ അല്ലാഹുവിനെ അവർ എത്തിക്കുക തന്നെ ചെയ്യുന്നതാണ് ഗഫൂറൻ നന്നായി പുറത്തു കൊടുക്കുന്നവനായും
തവ്വാബൻ നന്നായി തൗബ സ്വീകരിക്കുന്നവനായും റഹീമൻ നന്നായി കരുണ കാണിക്കുന്നവനായിട്ടും എത്തിക്കുക തന്നെ ചെയ്യും എന്ന ആ ലൗ എന്ന പ്രത്യയത്തിന്റെ പ്രത്യേകത അറബി ഗ്രാമർ വിശദീകരിച്ചിട്ടുണ്ട്. ആയത്തിന്റെ പശ്ചാത്തലം ഒന്ന് വിശദീകരിക്കാവോ? സബബുൻ നുസൂൽ. ഈ ആയത്തിന്റെ പശ്ചാത്തലം, ഈ ആയത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് മുനാഫിക്കായ ഒരു മനുഷ്യനും മുസ്ലിമായ ഒരു മനുഷ്യനും തമ്മിൽ, അങ്ങനെയല്ലേ സംഭവം? പശ്ചാത്തലം ഇങ്ങനെ രണ്ടാളുകളും തമ്മിൽ ഒരു വിഷയത്തിൽ പ്രശ്നമാവുകയും അങ്ങനെ റസൂലിന്റെ അടുക്കൽ അത് ചെന്ന് പറയാൻ തയ്യാറാകാതെ മുനാഫിക്ക് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്ന ഒരു രംഗമാണ് ആയത്തിന്റെ അവതരണ പശ്ചാത്തലം. സബബുൻ നുസൂൽ എന്ന് പറയും. ആയത്തിന്റെ സബബുൻ നുസൂൽ അതാണെങ്കിലും സബബുൻ നുസൂൽ മാത്രമല്ല ആയത്തിന്റെ ഉദ്ദേശ്യം. വിശുദ്ധ ഖുർആനിൽ ഓരോ ആയത്തും ഇറങ്ങാനൊരു പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ടാവും. ആ ഇറങ്ങാനുള്ള ആ പശ്ചാത്തലത്തിലേക്ക് മാത്രമല്ല വിശുദ്ധ ഖുർആനിന്റെ നിയമം ബാധകമാവുക. ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇഖ്റ ബിസ്മിയാണല്ലോ ആദ്യമായിട്ട് ഇറങ്ങിയത്. അല്ലമൽ ഇൻസാന മാലം യഅലം കല്ല ഇന്നൽ ഇൻസാന ലയത്വാ. ഇത് അബൂജഹലിന്റെ പേരിൽ ഇറങ്ങിയതാ ലഅനത്തുല്ലാഹി അലൈഹി. പക്ഷേ ആ ഖുർആനിന്റെ ആശയത്തിന്റെ പ്രവിശാലത എല്ലാ മനുഷ്യർക്കും ബാധകമല്ലേ? അപ്പോ സബബുൻ നുസൂൽ ഖാസാണെങ്കിലും താങ്കൾ കുറച്ചൊക്കെ പഠിച്ച ഒരാളാണ് ആണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. സബബുൻ നുസൂൽ ഖാസാണെങ്കിലും അവതരണ പശ്ചാത്തലം പരിമിതമാണെങ്കിലും അതിന്റെ നിയമം വിശാലമായിരിക്കും. ഇത് ഖുർആന്റെ പൊതു തത്വമാണ്. ഖുർആൻ 6000 ചില്ലാനം ആയത്തുകളുടെയും അവതരണ പശ്ചാത്തലം ഏതെങ്കിലും സന്ദർഭത്തിലേക്കായിരിക്കും. പക്ഷേ അത് ആ സന്ദർഭത്തിലേക്ക് ഇറങ്ങിയതാണെങ്കിലും അത് ഖിയാമത്ത് നാൾ വരേക്കുമുള്ള മുഴുവൻ ജനതക്കും ബാധകമാകുന്ന വിധത്തിലായിരിക്കും അല്ലാഹു തആല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകുക. അപ്പോൾ അവതരണ പശ്ചാത്തലം പരിമിതമാണെങ്കിലും അതിന്റെ നിയമം സാർവത്രികമാണ്. ഇങ്ങനെയാണ്. ആ ശബ്ദത്തിന് എന്താണ് അർത്ഥം കൊടുക്കുന്നത്? നമ്മളൊരു വാക്ക് ഉപയോഗിച്ചാൽ പോരല്ലോ, വാക്കിന് അർത്ഥം കൊടുക്കുന്നത് എന്താണെന്ന് ആലോചിക്കണ്ടേ? പ്രാർത്ഥന എന്ന ആ മലയാള ശബ്ദത്തിന് നമ്മൾ സാധാരണ ദുആർക്ക എന്ന് പറയാറുണ്ട് മുസ്ലിമീങ്ങൾ. ദുആർക്ക, നിസ്കാരത്തിന് ശേഷം ദുആർക്ക. പരിപാടി തുടങ്ങിയപ്പോൾ നമ്മൾ ദുആർന്ന് തുടങ്ങി. ഈ അർത്ഥത്തിൽ ഇബാദത്തിന്റെ ഭാഗമായ പ്രാർത്ഥന, ദൈവത്തോടുള്ള അപേക്ഷയായ പ്രാർത്ഥന എന്നാണോ താങ്കൾ ഉദ്ദേശിച്ചതെങ്കിൽ അങ്ങനെ ഒരു പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കരുതേ എന്നാണ് വിശുദ്ധ ഖുർആൻ അടിക്കടി പറഞ്ഞിട്ടുള്ളത്. അങ്ങനത്തെ ഖുർആനിൽ പിന്നെ എങ്ങനെയാണ് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവുണ്ടാകുക? പ്രാർത്ഥന എന്ന് പറയുന്നത് ഇബാദത്തിന്റെ ഭാഗമായ ദുആർക്ക എന്ന് മുസ്ലിമീങ്ങൾ പറയുന്ന അർത്ഥത്തിലാണ് താങ്കൾ ഉദ്ദേശിച്ചതെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രാർത്ഥന പടച്ച തമ്പുരാനല്ലാത്തവരോട് സമർപ്പിക്കരുതേ എന്നാവശ്യപ്പെടാൻ വേണ്ടി അവതരിപ്പിക്കപ്പെട്ട 1,24,000 പ്രവാചകന്മാരുടെ അവസാനത്തവരായ മുഹമ്മദ് നബി കൊണ്ടുവന്ന ഖുർആനിൽ എങ്ങനെയാണ് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവുണ്ടാകുക? അതുകൊണ്ട് തന്നെ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവില്ലെന്നു മാത്രമല്ല, അല്ലാഹു അല്ലാത്തവരോട് ആ അർത്ഥത്തിൽ പ്രാർത്ഥിക്കരുതേ എന്ന് പറയാനാണ് ഖുർആൻ ഇറങ്ങിയത് തന്നെ.